പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചു. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? എ റിയാക്ഷൻ ഇൻ വിച്ച് എ സിംഗിൾ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ഫ്രം ടു ഓർ മോർ റിയാക്ടന്റ് ഈസ് നോൺ ആസ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഒരു സിംഗിൾ പ്രൊഡക്റ്റിൽ നിന്ന് ഡബിൾ റിയാക്ഷനിൽ നിന്ന് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാകുക, അല്ലേ? രണ്ട് കോമ്പൗണ്ട് കൂടി ചേർന്ന് രണ്ട് എലമെൻറ്റ് കൂടി ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു CaO + H2O gives CaOH twice, അല്ലേ? പിന്നെ പറഞ്ഞത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹീറ്റ് റിലീസ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്, അല്ലേ? അതിനാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. രണ്ടാമത്തെ റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ്? എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ദ വൺ ഇൻ വിച്ച് ഈസ് കോമ്പൗണ്ട് ഡീകമ്പോസ്ഡ് ഇൻ ടു ഓർ മോർ ദാൻ ടു സബ്സ്റ്റൻസ്, അല്ലേ? ഒരു സബ്സ്റ്റൻസ് ഒരു കോമ്പൗണ്ട് രണ്ടോ അതിലധികമോ എലമെൻറ്റോ കോമ്പൗണ്ടായി മാറുന്ന റിയാക്ഷനെയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണങ്ങളും പരീക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. മൂന്നാമത്തെ റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? അതിനൊരു പരീക്ഷണം ചെയ്ത് നോക്കുക. എന്താണ്? Take about 10 ml of dilute copper sulfate solution in each of two test tubes. രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുക്കുക, A ആൻഡ് B. അതിലേക്ക് എന്ത് ചെയ്യുക? 10 മില്ലി ഡയലൂട്ടായ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. Now take 2 iron nails and clean them with sand paper. രണ്ട് ഇരുമ്പാണി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സാൻഡ് പേപ്പർ കൊണ്ട് അതിനെ ക്ലീൻ ആക്കുക. In test tube A, immerse 1 iron nail with the help of thread as shown in figure 4.5. ഇതിൽ കാണിച്ച പോലെ എന്ത് ചെയ്യുക? ഇരുമ്പിൻ്റെ ആണി അതിലേക്ക് വെക്കുക. ക്ലീൻ ആക്കിയ ഇരുമ്പിൻ്റെ ആണി അതിലേക്ക് വെക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഓൺ സർഫസ് ഓഫ് ദ അയൺ നെയിൽ. ഇതിൻ്റെ അയൺ നെയിൽ എന്താ സംഭവിക്കണമെന്ന് നിരീക്ഷിക്കുക. Also in the color of copper sulfate solution. കോപ്പർ സൾഫേറ്റിൻ്റെ കളറും നിരീക്ഷിക്കുക. Compare the color of the solution in test tube A with the color of the solution in test tube B. രണ്ട് ഇതിലെയും എന്ത് ചെയ്യുക? കളർ നിരീക്ഷിക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? The blue color of copper sulfate solution fades, അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്തായിരിക്കും? ഫസ്റ്റത്തെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്തായാലും ബ്ലൂ കളറായിട്ട് മാറുന്നുണ്ടാവും, അല്ലേ? Similarly, compare the color of the iron nail dipped in solution A with the other iron nail. A test tube നിരീക്ഷിക്കുക. You will see that the surface of the nail has become brownish. എന്തായിരിക്കും? ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അയൺ നെയിൽ ബ്രൗൺ കളറായിട്ട് മാറും. അവിടെ കണ്ട ചിത്രത്തിൽ ഫ്രഷ് അയൺ നെയിലും നെയിൽ ആഫ്റ്റർ ദ റിയാക്ഷൻ ശേഷമുള്ള നെയിലും നോക്കാം. Why this iron nail becomes brownish and the blue color of copper sulfate solution fades? എന്തുകൊണ്ടാണ്? In this reaction നോക്കാം. All this happens due to the following chemical reaction. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്താണ്? Fe plus CuSO4 gives FeSO4 plus Cu. അയണും കോപ്പർ സൾഫേറ്റും കൂടി ചേർത്തപ്പോൾ എന്തുണ്ടായി? ഫെറസ് സൾഫേറ്റും കോപ്പറും ഉണ്ടായി. അയൺ ഹാസ് ഡിസ്പ്ലേസ്ഡ് അനദർ എലമെൻറ്റ്. അയൺ എന്തായി? മറ്റൊരു എലമെൻ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്തു. മറ്റൊരു എലമെൻ്റായി മാറി. കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും കോപ്പർ ലഭിച്ചു. ദീസ് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഫാൾ ഇൻ ദ കാറ്റഗറി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്? ഈ റിയാക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ കാറ്റഗറിയിൽ പെടുന്നു. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? The displacement reaction is one in which one element displaces another element from its compound. ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻ്റായി മാറുക, ഡിസ്പ്ലേസ് ചെയ്യുക. ഒരു എലമെൻറ്റ്
അതിൻ്റെ കോമ്പൗണ്ട് എലമെൻറ്റിൽ നിന്നും മറ്റൊരു എലമെൻ്റായിട്ട് മാറാം. മറ്റൊരു എക്സാമ്പിളാണ് Zn plus CuSO4 gives ZnSO4 plus Cu. മറ്റൊരു ഉദാഹരണം Pb plus CuCl2 gives PbCl2 plus Cu. ഇനി അടുത്ത റിയാക്ഷനാണ്, നാലാമത്തെ റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അതിന് പരീക്ഷണം ചെയ്യുക. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് A and B 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിലേക്ക് 4 ml സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒന്നിലേക്ക് എന്ത് ചെയ്യുക, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, A2 സൊല്യൂഷൻ ഓഫ് ടെസ്റ്റ് ട്യൂബ് B, എയിൽ നിന്നും ബിയിലേക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് ഒഴിക്കുക. എന്താ നിരീക്ഷിക്കുന്നത്, അവിടെ ഒരു സബ്സ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. എ വൈറ്റ് സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് വിച്ച് ഈസ് നോൺ ആസ് എ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നു. ഒരു വെള്ള പദാർത്ഥം അവിടെ ഉണ്ടാകുന്നുണ്ട്, അതിനെന്ത് പറയുന്നു, പ്രസിപ്പിറ്റേസ്. നമുക്കങ്ങനെ അങ്ങനെ എഴുതാം. അതിനെ ഇത് മനസ്സിലാവും എങ്ങനെയാണ്. Na2SO4 പ്ലസ് BaCl2 സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ക്ലോറൈഡ് കൂടിച്ചേർന്ന് എന്ത് ലഭിക്കും, BaSO4 ബേരിയം സൾഫേറ്റ് അതായത് വൈറ്റ് പ്ലസ് 2NaCl സോഡിയം ക്ലോറൈഡ് ലഭിക്കും. ഇവിടെ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. AB ഒന്നിൽ ബേരിയം സൾഫേറ്റ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഒന്നിൽ സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബേരിയം ക്ലോറൈഡിലേക്ക് എന്ത് ഒഴിക്കുന്നു, ബേരിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുന്നു. അപ്പം എന്ത് ലഭിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് എന്ന വെള്ള പദാർത്ഥം ലഭിക്കുന്നു അല്ലേ, BaSO4 ലഭിക്കുന്നു. റിയാക്ഷൻ ഇൻ വിച്ച്, അപ്പോൾ എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഇൻ വിച്ച് ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺ ബിറ്റ്വീൻ ദ റിയാക്റ്റൻസ് ആർ കാൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. റിയാക്ഷൻസിന് ഇടയിൽ അയൺസുകൾ എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനാണെന്ന് പറയാം ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ഇൻ വിച്ച് ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ ദ റിയാക്റ്റൻസ് ആർ കാൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. റിയാക്റ്റൻറ്റുകൾക്കിടയിലുള്ള അയോണുകളുടെ എക്സ്ചേഞ്ചിനെയാണെന്ന് പറയുക, അയോണുകൾ എക്സ്ചേഞ്ച് ചെയ്തുണ്ടാകുന്ന റിയാക്ഷനാണെന്ന് പറയുക ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒന്നാമത്തെ കോമ്പിനേഷൻ റിയാക്ഷൻ, രണ്ടാമത്തെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, മൂന്നാമത്തെ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, നാലാമത്തത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്നാലും അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓക്സിഡേഷൻ ആൻഡ് റെഡോക്സ് റിയാക്ഷനെ കുറിച്ച് പഠിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.